2002 ഞാൻ പറഞ്ഞല്ലോ, 2002 സംഭവിച്ചത് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ BJP-യുടെയും RSSന്റെയും സംഘപരിവാറിലുമുള്ള ഒരുപാട് പേർക്ക് നേരിട്ടും അല്ലാതെയും പങ്കുണ്ടെന്നും കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്, SIT റിപ്പോർട്ടുണ്ട്. അപ്പം ഇതിനും ഇതിനും മുകളിൽ BBC പറയുന്നതിന് പ്രാധാന്യമില്ല. ഓക്കെ, അത് വളരെ സ്ട്രെയിറ്റ് ആണ്. SIT റിപ്പോർട്ടുണ്ട്. ആ SIT റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ആ SIT റിപ്പോർട്ടിന് മുകളിലല്ല BBC അല്ല മറ്റാര് പറഞ്ഞാലും. മറ്റാരുമെന്നല്ല, BBC പറഞ്ഞാലെന്നാണ് ഞാൻ പറഞ്ഞത്. BBC പറഞ്ഞാൽ ഇപ്പൊ മറ്റാരെന്ന് പറഞ്ഞാൽ വേറെ ആര് പറഞ്ഞാൽ എടുക്കും? CNN അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ ആണെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഒരു മീഡിയ ഹൗസ് പറഞ്ഞാലോ? അത് ആര് പറയുന്നു, എന്ത് പറയുന്നു, ഇപ്പം എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ല, ആരെന്ത് പറയുന്നു അതിന്റെ ആ സാഹചര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ ഒരു അനാലിസിസ് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാകുമ്പോഴത്തേനും അത് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അല്ല, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഡോക്യുമെന്ററി അങ്ങനെ ആരെങ്കിലും പറഞ്ഞതല്ല. ഒന്ന്, ഈ ഡോക്യുമെന്ററി പ്രധാനമായും ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഡോക്യുമെന്റിനെയാണ്. ആ ഡോക്യുമെന്റ് ഇപ്പോൾ ഉണ്ടായ ഡോക്യുമെന്റ് അല്ല, 2002 തന്നെ ഉണ്ടായ ഡോക്യുമെന്റ് ആണ്. അത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ ചെയ്ത ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ തന്നെ അവൈലബിൾ ആണ്. ആ റിപ്പോർട്ടിലാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തിൽ കുറ്റകരമായ പങ്കുണ്ട് എന്ന് മാത്രമല്ല VHP അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനിലാണ് ഈ കലാപം അഴിച്ചുവിട്ടത് എന്ന് പറയുന്നത്. വളരെ ഈ സംസ്ഥാന സർക്കാരുകൾ അന്നത്തെ നിലപാടുകൾ അക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ പിന്നെയും മറ്റൊരു ദിശയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് 2002 പാർട്ടിയുടെ നിലപാടിനപ്പുറത്തല്ലാതെ ഒരു നിലപാട്. അല്ല, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഈ ഡോക്യുമെന്ററിയെ താങ്കൾ നിരാകരിച്ചല്ലോ. ആ ഡോക്യുമെന്ററി പ്രധാനമായും ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഡോക്യുമെന്റിനെയാണ്. അതൊരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിലാണ് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ ആ വാദത്തെയും താങ്കൾ തള്ളുന്നുണ്ടോ? BBC പറഞ്ഞു എന്നും പറഞ്ഞ് ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. BBC പറയാതെ തന്നെ ആ ഡോക്യുമെന്റ് ഇപ്പോ മറ്റു മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിനെയാണ് അന്നത്തെ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ അത് ഉള്ളതാണെന്ന് സമ്മതിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്നിപ്പം ഇത് ആരാണ് ഗവൺമെന്റ് എന്നുള്ളതല്ല. ഇപ്പം ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള അവർക്കൊരു ജുറിസ്ഡിക്ഷൻ സ്വാതന്ത്ര്യത്തിന് 75 വർഷത്തിന് ശേഷവും അവർക്ക് ഇന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നല്ലതല്ല. അല്ല, അത് അവരുടെ ഒരു ആഭ്യന്തര പ്രക്രിയയല്ലേ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ നരേന്ദ്രമോദിയെ പ്രോസിക്യൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും, അത് ശരിയാണ്. വേറൊരു രാജ്യത്തിന് ഇവിടെ നടന്ന ഒരു കാര്യത്തിൽ ഒരു എൻക്വയറി നടത്തി ആ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ എൻക്വയറി റിപ്പോർട്ടിനൊരു സാങ്ക്ടിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. പക്ഷെ അവരങ്ങനെ ഒരു പരിശോധന നടത്തി ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത പറഞ്ഞുകൂടെ? ആ വസ്തുത BBC പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതിന് ഒരു തെറ്റുമില്ല. ഇപ്പൊ താങ്കൾ പിന്നെയും പല വാക്കുകളും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഞാൻ പറഞ്ഞ പരാമർശമോ ഒന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2002 പാർട്ടിയുടെ നിലപാടും എന്റെ നിലപാടും എല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിലൊന്നും ഈ ഡോക്യുമെന്ററി ആരും കാണാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇത് ബാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതൊന്നും ആ നിലപാടല്ല. ഇതെല്ലാം താല്പര്യമുള്ള എല്ലാരും കാണണമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. താങ്കളുടെ സംഘടന ഇപ്പോൾ കേരളത്തിൽ സ്ക്രീൻ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊപ്പഗാൻഡ മെഷീൻ പുറപ്പെടുവിക്കുന്ന ഡോക്യുമെന്ററി അങ്ങനെ കോൺഗ്രസ് പാർട്ടി കാണിക്കണോ? താല്പര്യമുള്ള ആർക്കും അത് കാണാം. അതിലൊന്നും കാണരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള പരാമർശം വളരെ വ്യക്തമാണ്. അതായത് ഇന്ത്യയിലെ വ്യവസ്ഥകളും ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് മുകളിൽ വിദേശത്തു നിന്നുള്ള ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കൂടുതൽ മേൽക്കോയ്മ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ സോവറനിറ്റിക്ക്, ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്നും ലോങ് ടേമിലും നല്ലൊരു കാര്യമല്ല. ഇതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ ഒരേ ചോദ്യം തന്നെ ഇങ്ങനെ 15 രീതിയിൽ ചോദിച്ച് ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും സമയം താങ്കൾ കളയുകയാണ്. അപ്പം അതിലെനിക്ക് അത് നല്ലൊരു കാര്യമല്ല. അപ്പം പറയേണ്ട കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ശരി, ഓക്കെ. പറയേണ്ട കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.